മദ്യപിച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് ജ്യേഷ്ഠൻ അനുജിനെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ആനപ്പന്തം സ്വദേശി സത്യനാണ് മരിച്ചത്. സ്വന്തം അനിയൻ ആക്രമണത്തിൽ സത്യൻ്റെ ഭാര്യ ലീലയ്ക്കും വെട്ടേറ്റുവെന്ന് പറയുന്നു. സത്യൻ്റെ ജ്യേഷ്ഠൻ ചന്ദ്രമണിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. ചന്ദ്രമണി വെള്ളം അടിച്ചിട്ട് വന്ന് അവർ നാട്ടിൽ പോയതാണ്. ഞങ്ങൾ അപ്പോൾ ഈ മഞ്ഞക്കൂവ അവിടെ വെട്ടിക്കൊണ്ടിരിക്കുക, കാട്ടിൽ നിന്ന് കൊടുത്തിട്ട് വന്ന് മഞ്ഞക്കൂവ അവിടെ വെട്ടിക്കൊണ്ടിരിക്കുക. ചന്ദ്രമണി സത്യനും സാധനങ്ങൾ ഓടിക്കാൻ പോയതാണ്. സ്വന്തം അനുജനെ ചന്ദ്രമണി സ്വന്തം അനുജനത് ഒരു എത്തത്ത് പിറന്നതാണ്. അവൻ അന്നിന് വെള്ളം അടിച്ചിട്ട് വന്ന ആൾക്ക് പറ്റില്ല, സത്യന് പറ്റില്ല. ഇവൻ നാല ടൈറ്റ് ഒരു ലിറ്റർ സാധനം കൊടുന്നിട്ട് ആൾക്ക് ആർക്കും കൊടുക്കണില്ല. അവൻ ഒറ്റക്ക് അടിച്ച് എൻ്റെ കൈത്തൊക്കെ മുറിച്ചു, എൻ്റെ വർത്താനമൊക്കെ വെട്ടി. അവൻ അവിടെ എന്തൊക്കെ ആവണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവ ഇവിടെ ഒക്കെ വെട്ടി ചെത്താൻ കുളിച്ച് കിടക്കണ്ട ചേട്ടാ. എനിക്കെന്താവാണെന്ന് അറിയില്ല എൻ്റെ ചേട്ടാ. ഇതിലെ വെട്ടിയെന്നൊന്നും നീന്ന് കണ്ടപ്പോൾ നോക്കും എൻ്റെ ചേട്ടായി. എൻ്റെ കൈത്തുമ്മ വെട്ടിയപ്പോൾ ഞാൻ താഴെ വീണു. എനിക്ക് വെട്ട് കിട്ടിയില്ല, ഇത്തിരി കുറവുള്ളൂ. എൻ്റെ ചേട്ടനെ വെട്ട് കിട്ടിയേ. അതിരപ്പള്ളിയിലെ സംഭവ സ്ഥലത്ത് നിന്ന് സൂരജ് സജി തത്സമയം ചേരുന്നു. സൂരജ് സജി, യഥാർത്ഥത്തിൽ മദ്യപിച്ചുള്ള തർക്കം മാത്രമാണോ ഈ കൊലപാതകത്തിൽ കലാശിച്ചത്? മറ്റെന്തെങ്കിലും കാരണങ്ങളുള്ളതായും കാണാൻ കഴിഞ്ഞോ? ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കണ്ണൻകുഴിക്ക് സമീപത്ത് നിന്ന് കുറച്ച് 1 കിലോമീറ്റർ അകലെയാണ് ഈ വടാപ്പാറ എന്ന് പറയുന്ന ഉൾവനമുള്ളത്. അവിടെ വച്ചാണ് ഈ കൊലപാതകം നടന്നതെന്നുള്ളതാണ്. അവിടെ കൂവ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഈ 2 കുടുംബങ്ങളും അവിടെ എത്തിയത്. ഈ പാറപ്പുറത്ത് ഇവർ തമ്പടിച്ചുകൊണ്ട് കൂവ ശേഖരിച്ച് ഉണക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇന്ന് 6:30ക്കും 7 മണിക്കും മദ്യപിച്ച് ഇരു കുടുംബങ്ങളും തമ്മിൽ, അതായത് സത്യനും അതുപോലെ തന്നെ ചന്ദ്രമണിയും തമ്മിൽ തർക്കമുണ്ടാകുന്നത്. ഈ സത്യൻ്റെ ചേട്ടനാണ് ഈ ചന്ദ്രമണി എന്ന് പറയുന്നത്. അങ്ങനെ ഈ മദ്യപിച്ച് തർക്കമുണ്ടാകുന്നു. കയ്യിൽ കരുതിയ അരിവാൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചന്ദ്രമണി ഈ സത്യനെ തുരുതുര വെട്ടുന്നത്. ഇത് കണ്ടാണ് ഈ സത്യന്റെ ഭാര്യയായിട്ടുള്ള ലീല ഇത് തടയാൻ ശ്രമിക്കുന്നത്. ലീലയും അതോടൊപ്പം തന്നെ ചന്ദ്രമണിയുടെ ഭാര്യയും ഇത് തടയാൻ ശ്രമിച്ചു. ഇരുവർക്കും വെട്ടേൽക്കുകയും ചെയ്തു. പിന്നീട് ഈ ചന്ദ്രമണി തന്നെയാണ് ഈ കൊലപാതകത്തിന് ശേഷം ഈ കവലയിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കവലയിലെത്തി നാട്ടുകാരോട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു. പക്ഷേ ഈ മദ്യപിച്ച് ചന്ദ്രമണി ഇങ്ങനെ പല കാര്യങ്ങളും പറയാറുള്ളത് കൊണ്ട് തന്നെ നാട്ടുകാർ ആരും തന്നെ ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല. തൊട്ടു പിന്നാലെ ചന്ദ്രമണിയുടെ ഭാര്യ ഇവിടെ എത്തി ചന്ദ്രമണിയെ നിർബന്ധപൂർവ്വം ഞാനിപ്പോൾ നിൽക്കുന്ന മേഖലയിൽ നിന്ന് ഒരു 100 മീറ്റർ അകലേക്ക് അതിരപ്പള്ളി മേഖലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ഈ കൊല്ലപ്പെട്ട സത്യൻ്റെ ഭാര്യ ലീല ഇവിടെ എത്തി ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് ഈ നാട്ടുകാർ തന്നെ ഈ വിവരം അറിയുന്നത്. ആ സമയത്ത് നമ്മളും ഇവിടെയുണ്ട്. നമ്മുടെ അതിരപ്പള്ളി ലേഖകനായിട്ടുള്ള റൂബിനും നമ്മളും ഇവിടെ എത്തുന്നു. ആ സമയത്ത് എടുത്ത പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. പിന്നീട് അതിരപ്പള്ളി പോലീസിന് നമ്മൾ തന്നെയാണ് വിവരം കൈമാറുന്നത്. അങ്ങനെ അതിരപ്പള്ളി പോലീസ് എത്തി നമ്മുടെ പ്രതിയായിട്ടുള്ള റൂബിനടക്കം ഈ വനമേഖലയിൽ കടന്ന് അവിടെ എത്തി പോലീസ് എത്തി നടത്തുന്ന പരിശോധനയിലാണ് ഈ കൊലപാതകം സ്ഥിരീകരിക്കപ്പെടുന്നത്. മൃതദേഹം ഇപ്പോഴും പുറത്തെത്തിക്കാൻ സാധിച്ചിട്ടില്ല. ചാലക്കുടി ഡിവൈഎസ്പി അവിടെ എത്തി നിലവിൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും ഈ മൃതദേഹം ഈ വനത്തിന് പുറത്തേക്ക് എത്തിക്കാൻ കഴിയുക. ഇതിനിടയിൽ ചന്ദ്രമണി ഞാനിപ്പോൾ നിൽക്കുന്ന മേഖലയിൽ നിന്ന് അതിരപ്പള്ളിക്ക് സമീപമുള്ള ചെക്ക് പോസ്റ്റിലെത്തി അവിടെ വെച്ച് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഈ ചന്ദ്രമണിയെ തടഞ്ഞു വെക്കുകയും പിന്നീട് ഈ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റ ലീലയെയും അതുപോലെ തന്നെ ചന്ദ്രമണിയുടെ ഭാര്യയെയും നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. രണ്ടുപേരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ചന്ദ്രമണിയുടെ ഈ കൊല്ലപ്പെട്ട സത്യന്റെ വയറിലടക്കം ഗുരുതരമായി ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അരിവാൾ വെച്ച് വെട്ടിയത് കൊണ്ട് തന്നെ ആഴത്തിലുള്ള മുറിവാണ്. അങ്ങനെ ചോര വാർന്നാണ് ഈ സത്യൻ മരിച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വലിയ സംഘം നിലവിൽ ഈ വനത്തിനുള്ളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സ്കേൽ ഓക്കെ സുരേഷ് സജി, എന്തായാലും ഇങ്ങനെ പോലീസ് കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. മറ്റെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വീണ്ടും താങ്കൾ പ്രൈം ടൈമിൽ ചേരുക. എന്താ പറയുക, ചേട്ടൻ മദ്യപിച്ച് ഉന്മത്തനായി അനിയനെ വെട്ടിക്കൊന്നു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്, ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ല. സ്വന്തം ചോരയിൽ ജനിച്ച ഒരാളാണെങ്കിൽ പോലും ആയുധം ഉപയോഗിക്കാൻ കഴിയുക, കൊലക്കത്തി കയറ്റുക, ഇതൊക്കെ നമ്മുടെ ആൾക്കാരുടെ സ്വഭാവമായി മാറുന്നു. മദ്യപത്തിന് ഇത്രയൊക്കെ കരുത്തും ലഹരിയും ഉണ്ടോ എന്നാണ് ചിലപ്പോഴൊക്കെ ഞാൻ സംശയിച്ചു പോകുന്നത്.